ഓനെ ആ പെണ്ണിനാ നോക്കാൻ വന്നേ. എന്നാന്ന് എൻ്റെ കാര്യം കട്ടാ പോകാം. ആ പെണ്ണ് കാണാനും പോകണ്ടേ, അവിടെ പോകണ്ട, ഫുള്ള് തകരാറാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കുറേ വേർഡ്സ് ഉണ്ട്, ഫുള്ളായിട്ട് കാണുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ അവസാനം കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോവുകയാണ്. സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ മകന് പെണ്ണ് കാണാൻ പോകുന്നതാണ്. പക്ഷേങ്കിൽ ആ സുഹൃത്ത് ഒരേ ഷഹറിൽ, ഒരേ സിറ്റിയിൽ തന്നെയാണ് ഞാനും എൻ്റെ സുഹൃത്തൊക്കെ നിന്നുണ്ട്. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരാൾ പറഞ്ഞ് ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും പറയാം, മുജേ ഉസേ മിൽനാ ഹേ, മുജേ ഉസേ മിൽനാ ഹേ, എനിക്ക് ഓനെ കാണണം. എന്താ പറഞ്ഞത്? മുജേ ഉസേ മിൽനാ ഹേ, എനിക്ക് ഉസേ അവനെ മിൽനാ ഹേ. മിൽനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടുമുട്ടുക, കാണുക എന്നൊക്കെ ഉള്ളതാണ്. മിൽനാഹെ, ഓനെ കിട്ടണം, ഓനെ കണ്ടുമുട്ടണം, കിട്ടണം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓനെ കാണണം തന്നെ. മുജേ ഉസേ മിൽനാഹെ. അങ്ങനെ കുറേ തിരഞ്ഞതിന് ശേഷം ഓനെ കണ്ട് വളരെയധികം സന്തോഷമായി. ഏക് ഷഹർ മേ രഹനെ കെ ബാവജൂദ് ഇത്തനെ ബർസോൻ തക് നഹീ മിലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ സിറ്റിയിലായിട്ട് ഇതുവരെ കണ്ടുമുട്ടിയില്ലല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? ഏക് ഷഹർ മേ, ഒരു, ഏക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഷെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി, അതായത് പട്ടണം, നഗരം, അതിനാണ് ഷെഹർ എന്ന് പറഞ്ഞത്. ഏക് ഷെഹർ മേ, ഒരു നഗരത്തിൽ, ഷെഹർ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ, രഹനെ കെ ബാവജൂദ്, രഹനെ, രഹന, രഹനെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? താമസിക്കുക എന്നുള്ളതാണ്. തും കിധർ രഹേഗ ബൈ, ഉദർ രഹേഗ ബൈ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അവിടെ താമസിക്കുക. രഹനെ കെ ബാവജൂദ്, ബാവജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടും എന്നിട്ടും എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഇവിടെ സിറ്റിയിൽ താമസിച്ചിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാൻ വെച്ചാൽ വേറൊരു ഉദാഹരണം കൂടി അതിൻ്റെ സൈഡിൽ അതിൻ്റെ മുമ്പേ ഒന്ന് പറയട്ടെ, എന്നിട്ട് ഇത് പറഞ്ഞുതരാം. ഫ്രണ്ട്സ് കെ ബാവജൂദ് വോ അഖേലേ താ, ഫ്രണ്ട്സ് കെ ബാവജൂദ് വോ അഖേലേ താ. അതായത് ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടും, ഫ്രണ്ട്സ് കെ ബാവജൂദ്, ബാവജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടും എന്നിട്ടും. അത് പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയാൻ വെച്ചാൽ എൻ്റെ പ്രിൻസിപ്പാൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നിട്ടും മോൻ തോറ്റുപോയി. എൻ്റെ സുഹൃത്തായിട്ടുള്ള അമീർ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് അടി കിട്ടി. ആ ടും, എന്നിട്ടും, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ടും എന്നുള്ളതാണ് ബാവജൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് കെ ബാവജൂദ്, ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നിട്ടും, വോ അഖേല ഥാ, ഫ്രണ്ട്സ് കെ ബാവജൂദ് വോ അഖേല ഥാ. അവന് അഖേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിച്ച്. നമ്മളൊരു പാട്ട് കേട്ടിക്കില്ലേ? അഖേലെ അഖേലെ കഹാ ജാ രഹേ ഹോ, അഖേലെ അഖേലെ കഹാ ജാ രഹേ ഹോ. അതായത് അഖേലെ അഖേലെ, തനിച്ച്, കഹാ എവിടെ, കഹാ ജാ രഹേ ഹോ, എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം, ആ വരികളർത്ഥം. അപ്പോൾ അഖേല ഥ, അവന് തനിച്ചായിരുന്നു. ഫ്രണ്ട്സ് കെ ബാവജൂദ്, ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നിട്ടും. അപ്പോൾ ഇവിടുത്തെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക് ഷഹർ മേ രഹനെ കെ ബാവജൂദ്, ഒരേ ഒരു സിറ്റിയിൽ രഹനെ കെ ബാവജൂദ്, താമസിച്ചിട്ടും എന്ത് സംഭവിച്ചു? ഇത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും, ഇത്തനെ ബർസോം തക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർഷങ്ങൾ. വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നില്ലേ, കിത്തനെ സാലോം അല്ലെങ്കിൽ സാൽ, കിത്തനെ സാൽ, എത്ര വർഷം, കിത്തനെ ബർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം എന്നുള്ളതാണ്. ഇത് പ്ലൂറലാണ്, ബർസോം, വർഷങ്ങൾ. നമ്മൾ സാലോം എന്ന് പറയുന്നില്ല, കിത്തനെ സാലോം തക്ക്, അതെന്നാണ് കിത്തനെ ബർസോം തക്ക് എന്ന് പറയുന്നത്. അതെന്താണ് നിങ്ങളെ നാവിൻ തുമ്പത്ത് വരുന്നത് അത് പറയുക. ഹിന്ദി സിനിമയിലായതിനെ കൊണ്ട് ബർസോ എന്നാണ് ഞാൻ കേട്ടത്, അതാണ് ബർസോ എന്ന് പറഞ്ഞത്. നമ്മൾ സാൽ എന്നാണ് പറയുക. ഏരേ ഭൈ കിത്തനെ സാൽ ഇതർ കാം കിയാ? 2 साल. ഓക്കെ, ചുട്ടി നെയ് മില ഇതർ അഭി തക്, ഇതർ വരെ ചുട്ടി നെയ് മില, എന്താണ് ലീവ് കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്നില്ലേ നമ്മൾ. അപ്പോൾ കിത്തനെ സാലോം തക്ക് എന്ന് പറഞ്ഞാൽ ഇതർ കാം കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതർ കാം കിയാ, ഇത്രയും ഇവിടെ വർഷം ജോലി ചെയ്തു. കിത്തനെ സാലോം തക്ക്, എത്രത്തോളം വർഷം, എത്ര വർഷത്തോളം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തനെ ബർസോം തക്ക്, അതും വർഷങ്ങൾ എന്നുള്ളതാണ്. ഇത്തനെ ബർസോം തക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെഹീമില്ലേ, കണ്ടില്ലല്ലേ. അത് പ്രശ്നമില്ലടാ. അപ്പോൾ അത് മനസ്സിലായില്ല, അർത്ഥം മനസ്സിലായില്ലേ? അത് പ്രശ്നമില്ലടാ. ഇപ്പം കണ്ടല്ലോ, അഭി മിലാന, അഭി ദേഖ്ലിയാന, ഇപ്പം കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ആ കിതർ ജാരേ, എന്നാ പിന്നെ ചെൽ മേരെ സാത്ത്. ഓൻ പറഞ്ഞു ചെൽ മേരെ സാത്ത്, എൻ്റെ കൂടെ വാ. ചെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ, പോരി, ചെലോ എന്ന് പറയുന്നില്ലേ? ബൈ ചെലോ, നമുക്ക് പോവാം, നടന്നു പോകാമെന്നുള്ളതിനാണ് ചെലോ എന്ന് പറയുന്നത്. ചെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക എന്നുള്ളതന്നെ. ചെൽ മേരെ സാത്ത്, എൻ്റെ, മേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ, സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ, ഉസ്കെ സാത്ത് അവൻ്റെ കൂടെ, രാമു കെ സാത്ത് രാമൻ്റെ കൂടെ,
മേരെ സാത്ത് എൻ്റെ കൂടെ, ചൽ മേരെ സാത്ത് എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ, ചൽ മേരെ സാത്ത്. കഹാ എവിടെ എവിടെ? അപ്നെ ബേട്ടയ്ക്ക് ലിയേ ലഡ്കി ദേഖ്നെ ജാ രഹാ ഹൂം. അതായത് എൻ്റെ മോന് പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്, നീയും കൂടി വാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്നെ ബേട്ടയ്ക്ക്, അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ സ്വന്തം അപ്നെ. ഇപ്പം നിൻ്റെ കാര്യം പറയാൻ തും അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ, മേ അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ. അപ്പോൾ അങ്ങനെയാണേ സ്വന്തം എൻ്റെ എന്നുള്ള അർത്ഥമാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്നേനെ പറ്റി. അപ്പോൾ അപ്നെ ബേട്ടേ കേലിയെ, എൻ്റെ ബേട്ടേ കേലിയെ, പുത്രന് വേണ്ടി, കേലിയെ പുത്രന് വേണ്ടി. मैं दुबई पहले 3 साल के पहले वो मैं दुबई गया था वो काम करने के लिए, ജോലി ചെയ്യാൻ വേണ്ടി ദുബായിൽ പോയിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. അപ്പോൾ കാം കർണേക്ക് ലിയെ പറഞ്ഞതാണ്, ഉദാഹരണങ്ങൾ പറയാണ്. കാം കർണേക്ക് ലിയെ മേ ഗയാ താ, ദുബായ് ഗയാ താ, ലേക്കിൻ 3 और 3.5, 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5, 3.5 सालों तक उधर काम किया, फिर मैं वापस आया इंडिया में, केरल में. നൊസ്റ്റാൾജിക്ക് ബഹുത്ത്, നൊസ്റ്റാൾജിക്ക് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ മേ വാപ്പസായ, കേരളത്തിലേക്ക് വന്നു. അഭി കേരള മേ കാം കർ രഹ ഹൈ, ഇപ്പോൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് എന്തിനു? അപ്നെ ബേട്ടേക്ക് ലിയെ, എൻ്റെ മകന് വേണ്ടി ലഡ്കി ദേഖ്നേക്ക്, ലഡ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി, ലഡ്കി ദേഖ്നെ കാണുക, ദേക്കോ എന്ന് പറഞ്ഞില്ല, അരേ ദേക്കോ ദേക്കോ ഉദർ, അവിടെ നോക്ക്, ദേക്കോ ഇതർ ഇവിടെ നോക്കൂ, ദേഖ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുവാൻ വേണ്ടി. ലഡ്കി ദേഖ്നെ ജാ രഹാ ഹൂം, പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാ രഹാ ഹൂം, കിധർ ജാ രഹാ ബൈ, എവിടെ പോവാണ്? അതായത് എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ആ രഹ എന്നുള്ള സൗണ്ട് വരിക. അപ്പോൾ ദേഖ്നെ കേലിയെ, ലഡ്കി ദേഖ്നെ കേലിയെ ജാ രഹാ ഹൂം, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ വഹി ലഡ്കി ബൈ, ഫിർ തും വഹാ ജാനാ ബിൽക്കുൽ ബേക്കാർ ഹെ, ഫിർ തും വഹാ ജാന ബിൽക്കുൽ ബേക്കാർ ഹെ. ബേക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസ്ലെസ്. എന്താണ് യൂസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക? ബേക്കാർ ഹെ, ഒന്നിനും കൊള്ളാത്ത ഒരു കാര്യത്തിന് ഉപയോഗമില്ലാത്ത സാധനം, ഉപയോഗശൂന്യമായതാണ്. ബേക്കാർ ഹെ, ഒരു കാര്യമില്ല, ഉപയോഗശൂന്യമായതാണ്, യൂസ്ലെസ് ആണ്. ബേക്കാർ ഹെ, ലഡ്കി ബേക്കാർ ഹെ, വോ ഉദർ ജാന ബഹുത് ബേക്കാർ ഹെ, ബിൽക്കുൽ ബേക്കാർ ഹെ. ബിൽക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും, തികച്ചും, ബിൽക്കുൽ ബേക്കാർ ഹേ. ബേക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ലെസ് ആണ്. ഫിർ വഹാ ജാന ബിൽക്കുൽ ബേക്കാർ ഹേ, അങ്ങോട്ട് പോക്ക് തുമക്കോ ബിൽക്കുൽ ബേക്കാർ രഹേഗ, ബിൽക്കുൽ ബേക്കാർ ഹേ, എന്താണ്? തീർച്ചയായും യൂസ്ലെസ് ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എൻ്റെ പൊന്നു സുഹൃത്ത്? മേ സച്ച് കഹ രഹാ ഹൂം, മേ സച്ച് കഹ രഹാ ഹൂം, ഞാൻ സത്യം പറയാണ് മോനെ. ചില വാക്കുകൾ നമുക്ക് പറയണ്ടേ ഹിന്ദിക്കാരോട്? മോനെ, ഞാൻ ഇന്നലെ വന്നിട്ട് എൻ്റെ പീടികയിൽ നിന്ന് ഒരു ചിക്കൻ ഷവായ തിന്ന് 5 പൈസക്കില്ല, വളരെ എന്താ പറയുക, കുറച്ചൊരു പഴകിയ മാതിരി ഉണ്ടായിരുന്നു. അന്നേരം പറഞ്ഞല്ല ഇവിടെ പുതിയ തന്നെ. എന്നാലും പറയാം മേ സച്ച് കഹ രഹാ ഹൂം ബൈ, മേ സച്ച് കഹ രഹാ ഹൂം, ഞാൻ സത്യമാണ് പറയുന്നത്. സച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, കഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഹോ പറയൂ, കഹോ നാ പ്യാഹേ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ കഹോ പറയൂ എന്നുള്ളതാണ്. ഇവിടെ കഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നുള്ള, കഹ് രഹാഹും, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വരുന്നത്. മേ സച്ച് കഹ രഹാ, ഞാൻ സത്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഞാൻ സത്യം പറയുകയാണ്. മേ സച്ച് കഹ രഹാഹും. അപ്പോൾ ഓനെല്ലാം കൂടി പാവോ ആ പെണ്ണിൻ്റെ ഭാവി നശിപ്പിച്ച് പുതിയ ചങ്ങായിനെ കുറേ കാലത്തിന് ശേഷം बहुत सालों के बाद वो मिल गया. बाद में उसका बेटे के लिए लड़की देखने गया वो, लेकिन बिल्कुल बेकार बोला. फिर ख़त्म, കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് അവൻ്റെ ജീവിതം വൈമുട്ടിപ്പോയി അവൻ്റെ മോൻ്റെ ഈ ചങ്ങായിനെ കണ്ടതിനെ കൊണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമുക്ക് എന്തെങ്കിലും രസകരമായിട്ടൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, നന്ദി.